കാര്യം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് പുറത്തു പോയില്ലേ, അപ്പോൾ ഒന്ന് രണ്ട് പേര് എന്നോട് ഈ സുവിശേഷം പറയാനായിട്ട് വന്നു. ഞാൻ അത്ര താല്പര്യമൊന്നും കാണിച്ചില്ല. അവരാണെങ്കിൽ ഞാൻ താല്പര്യം കാണിക്കാഞ്ഞിട്ട് അവർ ഭയങ്കര സ്നേഹത്തോടെ എന്നോട് ദൈവവചനത്തെ കുറിച്ച് സംസാരിച്ചു. കുറേ കേട്ടപ്പം എനിക്ക് മാനസാന്തരം വന്ന അമ്മച്ചി എപ്പോഴും പറയാറില്ലേ എന്നോട് നീ ദൈവത്തെ ഇതാകണം എന്നൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഏറ്റവും ഇഷ്ടം അമ്മച്ചിക്ക് എന്താ ഈ കാര്യം പറഞ്ഞാൽ എനിക്കൊരു മാറ്റം വന്നു. അമ്മച്ചി, എൻ്റെ മോളെ യേശു കർത്താവ് നിന്നെ രക്ഷിച്ചു. ഞാൻ നിനക്ക് വേണ്ടി എത്ര നാളായി അറിയാവോ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മോളെ യേശു കർത്താവ് രക്ഷിച്ചു. അമ്മച്ചി, ഞാൻ മാനസാന്തരപ്പെട്ടു. അമ്മച്ചി, നിന്റെ ദൈവം മോളെ, നീ നല്ല മകളായിട്ട് പറഞ്ഞു. നീ ഇത്രയും കാലം പള്ളിയിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. നീ പള്ളിയിൽ പോയി യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് നല്ല കുഞ്ഞായിട്ട് നീ എന്നും പള്ളിയിൽ പോകണം കേട്ടോ. എല്ലാ കുഞ്ഞായ്മയ്ക്ക് പള്ളിയിൽ പോയിട്ട് എന്നാ ശരി, എനിക്ക് അടുക്കളയെ കുറിച്ച് നോക്കുന്നുണ്ട്, പോയിട്ട് വരാം. ദൈവമേ, ഇതാര വന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ ഇത്ര വേഗം വന്നോ ജീസസ്, ഇത്ര വേഗം വന്നോ. എനിക്ക് എന്ത് സന്തോഷമായെന്നറിയാമോ. നിന്റെ പ്രാർത്ഥനയൊക്കെ കണ്ടപ്പോഴും നിന്റെ ജീവിതത്തിൽ വന്നതായിട്ടുള്ള ഒരു വ്യത്യാസവും ഒക്കെ കണ്ടപ്പോഴേ പെട്ടെന്ന് തന്നെ എനിക്ക് നിന്റെ അടുത്ത് വരണം എന്ന് തോന്നി. ഇനിയിപ്പം ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും കേട്ടോ. ജീസസേ, ഞാന് ഈ
കസേര എൻ്റെ എല്ലാമാണ്. ഞാൻ ഈ കസേരയിൽ ഇരുന്ന എൻ്റെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കാറുണ്ട്. കാരണം ഞാൻ എന്ത് ചിന്തിക്കുന്നതും എന്ത് തീരുമാനം എടുക്കുന്നതും ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നതൊക്കെ ഈ കസേരയിൽ ഇരുന്നിട്ടാണ്. ഇനി മുതൽ ജീസസ് ആണ് ഈ കസേരയിൽ ഇരിക്കേണ്ടത്. ഇരുന്നോ, ഇവിടെ ഇരുന്നു. സന്തോഷം സന്തോഷം. ഇനി നിന്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇനി ഞാൻ പറയുന്നതായിട്ടുള്ള ശരികളായിരിക്കണം നിന്റെ ശരി. ഞാൻ തെറ്റെന്ന് പറഞ്ഞാൽ അത് തെറ്റുമായിരിക്കണം കേട്ടോ. ഞാൻ നിന്റെ നല്ലൊരു ഫ്രണ്ടായിട്ട് നിന്റെ കൂടെ ഉണ്ടാവും കേട്ടോ. നിന്റെ നല്ല ഫ്രണ്ടാണ് ഞാൻ. പക്ഷെ നിനക്ക് മാത്രമേ എന്നെ കാണാനായിട്ട് പറ്റൂ. എനിക്ക് മാത്രമേ കാണാൻ പറ്റൂ? അതെ, എൻ്റെ ഫ്രണ്ട്സിനെ ആർക്കും കാണാൻ പറ്റില്ല. മാത്രമേ എന്നെ കാണാൻ പറ്റൂ കേട്ടോ. പിന്നെ നീ ഒരു പുതിയ ജീവിതമൊക്കെ തുടങ്ങിയതല്ലേ, അപ്പോൾ ദിവസം ബൈബിളൊക്കെ വായിക്കാറുണ്ടോ? ഓ, എല്ലാം വായിക്കാം. ഇന്ന് എന്താ വായിച്ചത്? മത്തായി 5-ാം അധ്യായം. ഓക്കെ. അപ്പോൾ ഇനി എപ്പോഴും പ്രാർത്ഥിക്കണം, പള്ളിയിൽ പോകണം. ഈ പള്ളിയിലൊന്നും പോകാറുണ്ടായിരുന്നില്ലല്ലോ. ഇനി മുതൽ പള്ളിയിൽ പോവുക, ഒരു ഞായറാഴ്ച പോലും മുടങ്ങരുത്. ദൈവവചനം കേട്ട് ഇനി കൂടുതലായിട്ട് ആത്മീയമായിട്ട് വളരാനായിട്ട് ശ്രമിക്കണം കേട്ടോ. സന്തോഷമായി, എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ വിചാരിച്ച പോലെ പുതിയൊരു സിനിമ വന്നിട്ടുണ്ട്, മഞ്ഞുമൽ ബോയ്സ്. എന്താ, നമുക്കൊന്ന് സിനിമയ്ക്ക് പോവാ. നീ എല്ലാം ഞായറാഴ്ച എന്റെ കൂടെ നീ അല്ലേ വരാറ്? വാ, നമുക്ക് സിനിമയ്ക്ക് പോവാ. കാര്യമുണ്ടടാ, ഞാനേ മാനസാന്തരപ്പെട്ടു. എനിക്ക് പള്ളി പോണം, ഞായറാഴ്ച പള്ളി പോണം. പള്ളിയോ? അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. സിനിമയൊക്കെ ഇന്ന് വന്ന് നാളെ പോകുന്നല്ലേ, അപ്പൊ സിനിമ കണ്ടിട്ട് വരാം. ഇല്ലടാ, എനിക്ക് പള്ളി പോണം. അതെന്താ, ഞാൻ സിനിമയ്ക്ക് ടിക്കറ്റ് ഒക്കെ എടുത്തില്ലേ. നിനക്ക് എങ്ങനെ കിട്ടി ആ മഞ്ഞുമൽ ബോയ്സിന്റെ? അതില്ല, ആ ബ്ലാക്കിൽ വാങ്ങിയതാ. ഞാൻ കൊറേ ആയി വിചാരിക്കുന്നത് അതെനിക്ക് കാണണം. അതാ പറഞ്ഞത്. പുതിയ സിനിമയല്ലേ, അതെ, പുതിയ സിനിമ. ഒറിജിനൽ ആൾക്കാരുടെ ആ, അതെ അതെ, നമുക്ക് പോവാ. ഫണ്ടൊക്കെ എങ്ങനെയാ? ഞാൻ അമ്മമ്മേന്റെ പേഴ്സ് എടുത്തിട്ടാണേ അവിടെ ബ്ലാക്കിൽ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് പോണം. എന്തായാലും നീ ഒന്ന് ആലോചിക്കും. ഞായറാഴ്ച പോവാല്ലേ? അതെ, അത് അടുത്ത ഞായറാഴ്ച പള്ളിയൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ശരി ഞായറാഴ്ച പോകും. ശരി 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 ശരി, ഓക്കെ ഓക്കെ, ശരി. അപ്പൊ എന്തായാലും സിനിമ കാണണം. എന്താണ് പറഞ്ഞത്? ഞാൻ പറയുന്നത് കേൾക്കും. ഇനി മുതൽ എൻ്റെ തീരുമാനങ്ങളായിരിക്കും നിന്റെ തീരുമാനങ്ങളെന്നൊക്കെ പറഞ്ഞതല്ലേ. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകണം, ആരാധന മുടക്കാനായിട്ട് പാടില്ല. ഞായറാഴ്ച എന്നുള്ള ദൈവത്തിനെ ആരാധിക്കേണ്ട ദിവസമല്ലേ. ഞാൻ ഒത്തിരി നാളുകൊണ്ട് വിചാരിക്കുന്ന പുതിയ സിനിമയാണ്. ഞാൻ അടുത്ത ഞായറാഴ്ച എന്തായാലും ഞാൻ പോകും. ഈ ഒരൊറ്റ ഞായറാഴ്ച ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണം ഗീത. അതുകൊണ്ട് എന്തായാലും നീ പള്ളിയിൽ പോകണം, ആരാധനയിൽ പങ്കെടുക്കണം, വചനം കേൾക്കണം കേട്ടോ. എന്നാ ഞാൻ ഈ പള്ളിയിൽ തന്നെ പോവാല്ലേ? അതെ, അതാണ് നല്ലത്. ഇതാരാ ത്രിജന സഖ്യത്തിന്റെ സെക്രട്ടറിയോ? എന്തൊക്കെയാണ്, കുറെ ആളെ കാണാത്തെ? ആ, സുഖം തന്നെ. കോൺഫറൻസ് അതെവിടെ വെച്ചാ? സുൽത്താൻ ബത്തേരിയിൽ വെച്ചിട്ട് 9, 10, 11 നീ എന്തായാലും വരണം. നിനക്ക് പാട്ടൊക്കെ പാടാൻ വലിയ ഇഷ്ടമല്ലേ, അപ്പൊ നീ കോൺഫറൻസിന് വരികയും പാട്ടുകൾക്ക് നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്യണേ. പാട്ടൊക്കെ പാടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പാടിക്കൊണ്ടിരുന്നല്ലേ. കഴിഞ്ഞ കൊയ്ത്തുത്സവത്തിന് ഞാൻ പള്ളി പാടാൻ ചെന്ന് നിന്നു. അത് സെക്രട്ടറി ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അന്നേരം ഞാൻ പാട്ടുകാരി എന്നപ്പോ സെക്രട്ടറി പറഞ്ഞല്ലേ, ഞാൻ നല്ലോണം പാടുകയും ചെയ്യും. അവിടെ ചെന്ന് പാടാൻ നിന്നപ്പം എൻ്റെ മുമ്പിലിരിക്കണ മൈക്കെടുത്ത് സോണിക്ക് വെച്ചു കൊടുത്തു. ഇതാണ് എനിക്ക് പിടിക്കാത്തത്. അതുകൊണ്ടാണ് ഞാൻ പള്ളിയിലേക്ക് പിന്നെ വരാതിരുന്നത്. അതൊന്നും സാരില്ല, നമുക്ക് എന്തായാലും ഇപ്രാവശ്യത്തെ കോൺഫറൻസിന് പോകാം. ഇപ്രാവശ്യം അവിടെ ചെന്നിട്ട് പാട്ടിനൊക്കെ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് പോകാം. സുൽത്താൻ ബത്തേരിയിൽ വെച്ചിട്ടാണ്. അവിടെ ആരെന്താ വിഷയം? എന്താ അവിടെ? കൂട്ടാണ് വിഷയം, നല്ല വിഷയമാണ്. കൂടാതെ നമ്മുടെ വിനച്ചനാണ് വരുന്നത്. വിനച്ചനാ? ദൈവമേ, അത് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് അതിന്റെ തുടക്കം. മോട്ടിവേഷൻ സ്പീക്കർ അല്ലേ? അതെ അതെ അതെ, അടിപൊളിയാട്ടോ. ഒരു എന്താ ഫ്രീക്കൻ. അതെ 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 അതെ. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് കോൺഫറൻസിന് പോകാം. എന്തായാലും ഞാൻ വരാം. ഓക്കെ ഓക്കെ. ഇത് എനിക്ക് വലിയ സന്തോഷമായി. കോൺഫറൻസിനൊക്കെ പങ്കെടുക്കണം. 3 ദിവസം വചനമൊക്കെ കേട്ട് അവിടെ നിൽക്കുമ്പോൾ കൂടുതലായിട്ട് ആത്മീയമായിട്ട് വളരാനായിട്ട് സാധിക്കും. പിന്നെ പ്രത്യേകിച്ച് ബിഞ്ചോൺ അച്ഛൻ്റെയൊക്കെ മെസ്സേജുകൾ നമ്മൾ ആത്മീയമായിട്ടൊക്കെ വളർത്താനും കർത്താവിൽ ഉറച്ചു നിൽക്കാനൊക്കെ തന്നെ സഹായിക്കും കേട്ടോ. എന്തായാലും പോകണം. പിന്നെ പാട്ടൊക്കെ പാടുന്നത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ മനസ്സിലെടുക്കാൻ പാടില്ല. അതൊക്കെ മാറ്റിയിട്ട് ദൈവത്തിനായിട്ടാണ് നമ്മൾ പാടുന്നത്. ആ പാട്ടുകൾ ദൈവസന്നിധിയിൽ പാടി ദൈവത്തിന് മഹത്വം കൊടുക്കണം കേട്ടോ.
സാധിക്കാറില്ല. ലോകം നമ്മളെ Thank you.
വിദ്യുവേ